പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ വയ്യ. രാഹുലാണെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി നെട്ടോട്ടം ഓടുന്നു. ലേറ്റായി വന്നാലും കോൺഗ്രസ് ലേറ്റസ്റ്റായി വരുമോ? കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ വരും? ഇനി എന്തായിരിക്കും? കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനം എന്ന് പ്രഖ്യാപിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് വിട്ടത്. ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കെ സുധാകരനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് സുധാകരൻ പലപ്പോഴായി പറഞ്ഞിരുന്നു. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതായും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് മറികടന്നാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. സുധാകരൻ മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുമെന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥികളെ 15-ാം തീയതി പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴുള്ള സാധ്യതകൾ. ചൊവ്വാഴ്ച, അതായത് നാളെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനു പകരം ഷാനിമോൾ ഉസ്മാനാണ് നിലവിൽ സാധ്യതകൾ. ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വയനാട് സ്ഥാനാർത്ഥിയാക്കാനും പരിഗണനയുണ്ട്. ആലത്തൂരിൽ AP അനിൽകുമാർ MLA-യും പാലക്കാട് VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ MLA എന്നിവരുമാണ് നിലവിൽ കോൺഗ്രസ് പട്ടികയിലുള്ളത്, പരിഗണനയിലുള്ളത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. വടകരയിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം T സിദ്ദിഖിനാണ് പാർട്ടി മുൻഗണന നൽകുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയും തുടർന്ന് മറ്റ് നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സാധ്യതാ പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. സ്ക്രീനിംഗ് കമ്മിറ്റി 15-ാം തീയതി എന്ത് നിലപാടെടുക്കും? ശക്തരായ സാരഥികളെ ഇറക്കി കളിച്ചാൽ മാത്രമേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കേരളത്തിൽ പാർട്ടിക്ക് ഉറപ്പിക്കാനാകൂ എന്നുള്ള വെല്ലുവിളി മുന്നിൽ തന്നെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ അനുയോജ്യമാക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക? അതായത് വളരെ ലേറ്റസ്റ്റായി വന്നാലും ലേറ്റസ്റ്റായുള്ള ഒരു ട്രെൻഡുമായി തന്നെ കോൺഗ്രസ് വരും, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വരും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുതിർന്ന നേതാക്കൾ മത്സരത്തിൽ ഉണ്ടാകുമോ? പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുമോ? ഇത് അറിയാനായി ഇനി 15-ാം തീയതി വരെ കാത്തിരുന്ന് കാണേണ്ടി വരും. രാഹുൽ ഗാന്ധി എടുക്കുന്ന അന്തിമ തീരുമാനം അറിയാനാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത്.